ഹായ് ഓൾ വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ് NMOS 1 minute 1 mark. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ദ ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ക്ലാസിഫിക്കേഷന്റെ അതായത് വർഗീകരണത്തിലെ അടിസ്ഥാന തരം ഏതാണെന്നുള്ളത് ഏറ്റവും ബേസിക് യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചത്. നമുക്കറിയാം ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അല്ലെ. ഇപ്പം ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൽസ് എന്ന് പറയുന്നത് സെൽസ് ആണ് ഏറ്റവും ചെറുത്, അത് കൂടി ചേർന്നിട്ടാണ് ബാക്കിയൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ മൊത്തം ക്ലാസിഫിക്കേഷൻ ഹൈറാർക്കി എടുത്ത് നോക്കിയാൽ ഏറ്റവും ചെറുത് ഏതാണ് നമുക്കറിയാം. ഒരു സംശയമില്ലാത്ത രൂപത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് സ്പീഷീസ് അല്ലെ. സ്പീഷീസ് ആണ് ഏറ്റവും താഴെ. കുറെ സ്പീഷീസ് കൂടി ചേർന്നിട്ടാണ് ജീനസ് ഉണ്ടാവുക, അത് കൂടി ചേർന്നിട്ടാണ് അടുത്തതൊക്കെ ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ ഒരു ഏറ്റവും ബേസിക് യൂണിറ്റ് ഏതാണെന്നുള്ളത് നമുക്കറിയാം. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആ ഒരു ഹൈറാർക്കി നമ്മൾ പഠിച്ചു വെക്കുക അല്ലെ. സ്പീഷീസ്, അത് കൂടി ചേർന്ന് ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, അതും കഴിഞ്ഞ് വേണമെങ്കിൽ ഡിവിഷൻ അല്ലെ. ആ രൂപത്തിലുള്ള ഹൈറാർക്കി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ കമന്റ് ചെയ്യേണ്ടത് RH വിറ്റാക്കർ ക്ലാസിഫിക്കേഷനിൽ എത്ര കിങ്ഡംസ് ഉണ്ട്, എത്ര കിങ്ഡംസ് ആണ് RH വിറ്റാക്കർ ക്ലാസിഫിക്കേഷനിൽ ഉള്ളത്. അതിന്റെ പേര് തന്നെ ആ ഒരു നമ്പർ വെച്ചിട്ടാണ് നിങ്ങളത് താഴെ കമന്റ് ചെയ്യുക.